തീർക്കാൻ വേണ്ടിയാണ് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആരോഗ്യവകുപ്പായാലും ദേവസ്വം വകുപ്പായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട 2 വകുപ്പുകളാണ് അങ്ങേക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ മുന്നോട്ടുള്ള പോക്കിൽ ഒരു കാഴ്ചപ്പാടുണ്ടാവും. എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഉദ്യോഗസ്ഥന്മാരെ സഹകരിപ്പിച്ചുകൊണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസന രേഖയാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. വിശദമായിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് ഒരു ധാരണയുണ്ടാക്കും. അതുപോലെ ദേവസ്വം ബോർഡിനെ അഴിമതിയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം. ദേവൻ്റെ സ്വത്ത് കൊള്ളയടിക്കാനുള്ളതല്ല, അത് ഭക്തജനങ്ങൾക്കുള്ള. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള നിലപാടുണ്ടാകും. എങ്ങനെയുണ്ട് രണ്ട് വകുപ്പുകളിലും വലിയ പ്രശ്നങ്ങളൊക്കെയാണ് നടന്നത്. അപ്പം ഒരു വെല്ലുവിളിയാണ് ഈ 2 വകുപ്പുകൾ. തീർച്ചയായും നന്നായിക്കൊണ്ട് ഏൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അതനുസരിച്ച് മുന്നോട്ട്. എങ്ങനെയുണ്ട് VDS ടീം? നല്ല ടീമാണ്. ചെറുപ്പക്കാരും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരും ഉണ്ട്. രണ്ടും ചേർന്നൊരു മന്ത്രിസഭയാണ്. പഴയ തലമുറയും പുതിയ തലമുറയുടെ ഒരു സംഗമമാണ് ഈ മന്ത്രിസഭ.